ഹലോ ഗൈസ്, വെൽക്കം ടു ഹെൽത്ത് ഇൻസ്പെക്ടർ ഗുരു. നമ്മളിന്ന് നോക്കുന്നത് DHIC സെക്കൻഡ് ഇയറിലെ പേപ്പർ 4 സോഷ്യോളജി എന്ന സബ്ജക്റ്റ് ആണ്. അപ്പോൾ സോഷ്യോളജി ഒരു വലിയ ചാപ്റ്റർ ആണെന്നാണ് എല്ലാവരുടെയും വിശ്വാസം. പക്ഷേ അത്രയ്ക്കൊന്നുമില്ല. നമുക്ക് കുറച്ച് ഈസി ആയിട്ടുള്ള ടിപ്സിൽ, കുറച്ച് ഈസി ആയിട്ടുള്ള വേസിൽ നമുക്ക് പഠിച്ചു പോവാം. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് സോഷ്യൽ പ്രോസസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പോർഷൻ ആണ്. സിമ്പിൾ മാർക്സ് ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അധികം സോഷ്യോളജിയെ പറ്റി ഒരു ബ്രീഫ് തരാം. അപ്പോൾ നമുക്കറിയാം, ഒരു ഹ്യൂമൻ ബീങ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ അനിമൽ ആണ്. അപ്പോൾ നമുക്ക് ഒരു സൊസൈറ്റി വളരെ നെസസറി ആണ്. ഈ സൊസൈറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ററാക്ട് ചെയ്യാനും നമ്മുടെ ഒട്ടനവധി ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസ് ആയാലും എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ഒരു സൊസൈറ്റിയാണ്. അപ്പോൾ സോഷ്യോളജി എന്ന് പറയുന്നതും ആ മനുഷ്യന്റെ സ്റ്റഡിയാണ്. ഹ്യൂമൻ സൊസൈറ്റീസിലും സോഷ്യൽ ബിഹേവിയറുമായിട്ടുള്ള മനുഷ്യന്റെ ഒരു ഇന്ററാക്ഷൻ കാര്യങ്ങളാണ് നമ്മൾ സോഷ്യോളജി മെയിനായിട്ട് നോക്കുന്നത്. സോഷ്യൽ പ്രോസസ്സും അങ്ങനെ ഒരു കാര്യമാണ്. സോഷ്യൽ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡെഫിനിഷൻ കിടക്കാം. സോഷ്യൽ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു ഇന്ററാക്ഷൻ ആണ്. ഇൻഡിവിജ്വൽസും ഗ്രൂപ്പ്സും അവർ തമ്മിലുള്ള ഒരു പേഴ്സണൽ റിലേഷൻ, അവരുടെ തമ്മിലുള്ള ഒരു രണ്ട് പേഴ്സൺ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി, അവർ തമ്മിലുള്ള ഒരു ബിഹേവിയർ കാര്യങ്ങളെല്ലാം സോഷ്യൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഡെഫിനേഷൻ കിടപ്പുണ്ട്. ഇൻ വിച്ച് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ് ഇന്ററാക്ട്, അഡ്ജസ്റ്റ് ആൻഡ് റീഅഡ്ജസ്റ്റ്. നമ്മൾ പരസ്പരം ഒരു ഗ്രൂപ്പ് തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നതും കുറെ സാഹചര്യങ്ങളിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതും റീഅഡ്ജസ്റ്റ് ചെയ്യുന്നതും അതുവഴി ഒരു ബിഹേവിയറൽ റിലേഷൻഷിപ്പ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്നതും, അതൊക്കെയാണ് ജസ്റ്റ് ഒരു ബ്രീഫ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഡെഫിനിഷൻ ക്ലിയർ ആയിട്ടൊന്ന് വായിക്കുക. നിങ്ങളിത് കറക്റ്റ് ആയിട്ട് ഇത് കാണാപ്പാഠം പഠിച്ചൊന്നും എഴുതണ്ട. ഇത് ജസ്റ്റ് ഒന്ന് കണ്ടന്റ് എന്താണ്, ആ ഒരു മീനിങ് മാത്രം മനസ്സിലാക്കുക. ആ ഒരു സൊസൈറ്റി എന്താണ്, ഒരു ഹ്യൂമൻസിന്റെ ബേസിക് ഇന്ററാക്ഷൻ എന്താണ്, ആ സോഷ്യൽ റിലേഷൻഷിപ്പ് എന്താണെന്നൊരു ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം നിങ്ങളുടേതായ ലാംഗ്വേജിൽ സിമ്പിൾ ആയിട്ട് അങ്ങ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ. അപ്പോൾ സോഷ്യൽ ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോൾ അതായത് കോണ്ടാക്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇപ്പോൾ നമ്മൾ പുതിയൊരു സ്ഥലത്ത് പോവുകയാണ്, അപ്പോൾ അവിടുത്തെ ആൾക്കാരായിട്ടുള്ള കോണ്ടാക്റ്റും അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും അതൊക്കെയാണ് ഈ സോഷ്യൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോണ്ടാക്ട് ആണ് നമ്മുടെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് ഒരു ഹായ് പറയുന്നു, അവരൊന്ന് അഭിസംബോധന ചെയ്ത് അവർക്കൊന്ന് വിഷ് ചെയ്ത് നമ്മൾ ആൾക്കാരെ ഒന്ന് കോണ്ടാക്റ്റിലോട്ട് കടക്കുകയാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. ഇത് പല സൊസൈറ്റിയിൽ പല രീതിയിലായിരിക്കും. കാരണം ഒരു കാസ്റ്റ്, റിലീജിയൻ, കമ്മ്യൂണിറ്റി, എഥനിസിറ്റി, റേസ് എന്ന വ്യത്യാസത്തിൽ നമ്മൾ ഓരോ രീതിയിലും ഓരോ സൊസൈറ്റിയുടെ ഭാഗത്തും ഓരോ തരത്തിലായിരിക്കും നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത്. ദാറ്റ് ഡിപ്പെൻസ് അല്ലേ. അപ്പോൾ അവരുടെ ബിഹേവിയർ എന്താണ്, അവരുടെ റെസ്പോൺസ് എന്താണ്, അതൊക്കെ ബേസിസിലായിരിക്കും സോഷ്യൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 2 ടൈപ്സ് ഓഫ് കോണ്ടാക്ട്സ് ഉണ്ട്. കോണ്ടാക്ട്സ് ഇൻ ടൈമും കോണ്ടാക്ട്സ് ഇൻ സ്പേസ്. ആ ഒരു ടൈമിൽ നമ്മൾ ചെയ്യുന്ന കോണ്ടാക്റ്റും ആ ഒരു പർട്ടിക്കുലർ സ്പേസ്, അതൊരു ചെറിയൊരു ഗ്രൂപ്പാണോ വലിയൊരു ഗ്രൂപ്പാണോ അതിൽ നമ്മൾ ചെയ്യുന്ന ഒരു കോണ്ടാക്ട്. ഓക്കെ. അടുത്തത് നമുക്കറിയാം, ഈ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഒരുപാട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. നല്ല ആൾക്കാരുണ്ട്, മോശം ആൾക്കാരുണ്ട്, കുറച്ച് ഇൻട്രോവേർട്സ് ടൈപ്സ് ഉണ്ട്, എക്സ്ട്രോവേർട്ട് ടൈപ്സ് ഉണ്ട്. പല തരത്തിലുള്ള ആൾക്കാരാണ്. നമുക്ക് ആരെയും അങ്ങനെ വിശ്വസിക്കാനും പറ്റത്തില്ല. ഓഫ് കോഴ്സ് നമുക്ക് ആരുടെടുത്തും അങ്ങനെ ഓപ്പൺ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനും പറ്റില്ല. ഒരു സൊസൈറ്റിയാണ്, നമുക്ക് സോഷ്യലൈസേഷൻ ആവശ്യമാണ്. എന്നിരുന്നാൽ പോലും അതിൽ ഒരുപാട് ഗുഡ് ആൻഡ് ബാഡ് സൈഡ് ഉണ്ട്. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ സോഷ്യൽ പ്രോസസ്സിന്റെ അടുത്ത ക്ലാസിഫിക്കേഷനും. അതിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നു, പോസിറ്റീവും നെഗറ്റീവും. അതിൽ അസോസിയേറ്റീവ് പ്രോസസ് എന്നും ഡിസോസിയേറ്റീവ് പ്രോസസ് എന്നും നമ്മൾ തിരിക്കാറുണ്ട്. അതിൽ ഈ അസോസിയേറ്റീവ് പ്രോസസ്സിനെ കുറിച്ച് നമുക്കൊന്ന് പറയാം. ഇത് ബേസിക്കലി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അതിൽ നമുക്ക് ഈ ഒരു സൊസൈറ്റിയിൽ നമുക്കൊരു സോളിഡാരിറ്റി വേണം. കാരണം ഒരു നാട്ടിൽ താമസിക്കാൻ തുടങ്ങിയാണ്. അപ്പൊ അവിടുത്തെ നൈബേഴ്സും ചുറ്റുമുള്ള കട, അതുവഴി പോകുന്ന റൂട്ട്സ്, കാര്യങ്ങള്, ട്രാവൽ ചെയ്യുമ്പോൾ ബസ്, അപ്പൊ അതിലുള്ള ആൾക്കാർ, അതിലെല്ലാത്തിലും നമുക്കൊരു സോൾഡാറ്റ് വേണം. നമ്മൾ ചോദിക്കുകയാണ്, ചേട്ടാ ആ ബസ് ഏത് വഴിയാണ് പോകുന്നത്, നമുക്ക് ആ സ്ഥലത്തേക്ക് എത്താൻ എവിടേക്കാണ് പോകേണ്ടത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ നമുക്ക് എന്താണ് ഒരു അനദർ പേഴ്സന്റെ ഹെൽപ്പ് വേണ്ടി വരും. അപ്പോൾ ലൈക്ക് അങ്ങനെ ഒരു ഹെൽപ്പ് കിട്ടുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഈ അസോസിയേറ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് വഴിയിൽ വെച്ച് എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കുറച്ച് ആൾക്കാർ വരും. നമ്മളെ പരിചയം പോലും ഇല്ലാത്തവരായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ അതിൽ കുറച്ച് ടൈപ്സ് ഉണ്ട്. അതിലൊന്ന് കോഓപ്പറേഷൻ ആണ്, 2 അക്കോമഡേഷൻ, 3 അസിമിലേഷൻ, 4 അക്കൾച്ചറേഷൻ.
അതിൽ ഫസ്റ്റ് ഓൺ കോപ്പറേഷൻ. കോപ്പറേഷൻ എന്ന് പറയുന്നത് പേര് കിട്ടിയപ്പോൾ തന്നെ അത് മനസ്സിലാവും, ഒരു സഹകരണം. അതൊരു സോഷ്യൽ ലൈഫിന്റെ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള പ്രോസസ്സാണ്. ലൈക്ക് 2 or more പീപ്പിൾ ഒരു ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഒരു കോമൺ ഗോളിലായിരിക്കും. ഇപ്പൊ നമ്മളൊരു പ്രോജക്റ്റിലോ നമ്മളൊരു എന്തെങ്കിലും ഒരു ജോലിയോ എന്തെങ്കിലും എടുക്കുകയാണ്. അപ്പൊ അതിനെ നമുക്ക് ഒറ്റയ്ക്ക് നമ്മൾ അതിനെ നേടാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ പരസ്പരം ഒരു സഹകരണം വേണം. കുറച്ച് വർക്ക് നമ്മൾ അവർക്ക് കൊടുക്കുക, അവരുടെ ഒരു റിവ്യൂ, അവരുടെ ഒരു ഹെൽപ്പ് ഇങ്ങോട്ട് കിട്ടുക, മറ്റൊരാളോട് കുറച്ച് സഹായം ചോദിക്കുക. അങ്ങനെ എല്ലാം ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയിൽ കോഓപ്പറേഷൻ എന്ന് പറയുന്ന സാധനം അത്യാവശ്യമാണ്. ഇത് ഡയറക്റ്റും ആവാം ഇൻഡയറക്റ്റ് ആവാം കേട്ടോ. അതിൽ ഇങ്ങനെ നമ്മൾ പറഞ്ഞ് ചേട്ടാ അതാണ് കാര്യം എന്ന് ഡയറക്റ്റ് പറയണതാവാം, ഇൻഡയറക്റ്റ്ലി നമുക്ക് കിട്ടുന്ന ഒരു കോഓപ്പറേഷൻ ആവാം. അത് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി എന്ന രീതിയിലും നമുക്ക് തരംതിരിക്കാൻ പറ്റും. അടുത്ത സെക്കൻഡ് എന്ന് പറയുന്നത് അക്കോമഡേഷൻ ആണ്. അത് നമ്മുടെ ദ വേ ഓഫ് അഡ്ജസ്റ്റ്മെന്റ് ആണ്. നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്ന രീതി, നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുന്ന രീതി, അതെല്ലാം നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. ജസ്റ്റ് ഒരു ബയോളജിക്കൽ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് അഡാപ്റ്റേഷനെ പറയാറുണ്ട്. ഓക്കെ, നമ്മളൊരു എന്താ പറയാ, നമ്മൾ പുതിയൊരു നാട്ടിലോട്ട് പോവുകയാണ്. അപ്പൊ അവിടുത്തെ ബിഹേവിയറൽ പാറ്റേൺസ് ഒക്കെ വ്യത്യാസമായിരിക്കും. കാരണം അവിടുത്തെ കൾച്ചറൽ വ്യത്യാസം കാണും, അവരുടെ പാരമ്പര്യമൊക്കെ വ്യത്യാസം കാണും. അപ്പൊ അവരുടേതായ ഹാബിറ്റ്സ്, ആറ്റിറ്റ്യൂഡ്സ്, അതെല്ലാം നമ്മൾ സോഷ്യലി മനസ്സിലാക്കുന്ന കുറച്ച് കാര്യമാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു ഹാബിറ്റ് കാണും, നമ്മൾ പണ്ട് തൊട്ടേ ശീലിച്ചു വന്നൊരു കാര്യങ്ങളാണ്. അത് ചിലപ്പോൾ പെട്ടെന്ന് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണമെന്നില്ല, കാരണം നമ്മുടെ സൊസൈറ്റി എല്ലാം ഒരു വ്യത്യസ്തമാണ്. അപ്പൊ നമ്മൾ കുറച്ച് അവരുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ആ ഒരു ബിഹേവിയറൽ പാറ്റേണും ഹാബിറ്റ്സും അവരുടേതായ ആറ്റിറ്റ്യൂഡ്സും ഒന്നും മനസ്സിലാക്കുന്ന കാര്യമാണ് ഈ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അടുത്ത കാര്യവും അക്കോമഡേഷനെ പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു കാര്യമാണ് അസിമിലേഷൻ. അസിമിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഹെറിറ്റേജ്, ഒരു കൾച്ചറിലേക്ക് നമ്മൾ പോവുകയാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ നാടോടുമ്പോൾ നടുവേ ഇടണം എന്നൊക്കെ പറയും പോലെ കുറച്ച് ബാക്കിലോട്ടുള്ള ഒരാള് ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ആ കാലഘട്ടത്തിലേക്ക് ഇണങ്ങുന്ന കുറച്ച് സാധനങ്ങളിലേക്ക് നമ്മൾ എത്തേണ്ടി വരും. ഈവൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കിടപ്പുണ്ട്. ഒരു നമ്മുടെ ഇമിഗ്രൻസ്, ഇപ്പൊ നമ്മൾ ഒരു ഫോറിൻ കൺട്രിയിലോട്ട് പോകുമ്പോൾ നമുക്കിപ്പോ പെട്ടെന്ന് നമ്മുടെ ആ ലോക്കൽ ഡ്രസ്സ് ഒന്നും അവിടെ അത്ര സ്യൂട്ടബിൾ ആയിരിക്കത്തില്ല. അപ്പോഴേക്ക് നമ്മൾ അവരുടേതായ കൾച്ചർ എന്താണോ, ഹെറിറ്റേജ്, അതിലേക്ക് നമുക്ക് കുറച്ച് മാറേണ്ടി വരും. അതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കാം, പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കാം. അങ്ങനെ നമ്മളുടെ മൈൻഡിൽ ഇല്ലാത്തൊരു കാര്യം ആ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അവർ നമ്മൾ അസിമിലേറ്റ് ചെയ്ത് നമ്മൾ എടുക്കുന്നതാണ് ഈ അസിമിലേഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാം കറക്റ്റ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അടുത്ത അക്വൾച്ചറേഷനും സെയിം ആയിട്ടുള്ള കാര്യമാണ്. ഇത് മൂന്നും ഏറെക്കുറെ അതിന്റെ മീനിങ്സ് എല്ലാം സെയിം ആണ്. ജസ്റ്റ് അതിന്റെ എല്ലാവരും എക്സാമിന് എഴുതുമ്പോൾ ഈ ഹെഡിങ്സ് ഒന്നും മിസ്സാക്കരുത്. ആ കണ്ടന്റ്സിൽ നിങ്ങൾ കുറച്ചൊന്ന് കോംപ്രമൈസ് ചെയ്താലും മെയിൻ ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതുമ്പോൾ ഇതൊരു നല്ല ഇച്ചിരി ബോൾഡായിട്ട് അവർക്ക് എക്സാമിനേഷന് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കുക. ഇതും അക്കൾച്ചറേഷന് സെയിം ആണ്. നമ്മുടെ മറ്റൊരാളുടെ വാല്യൂസ്, കസ്റ്റംസ്, അനദർ ഗ്രൂപ്പിന്റെ അത് എടുക്കുമ്പോൾ ഈ ജാപ്പനീസ് പീപ്പിള് വെസ്റ്റേൺ ക്ലോത്തിങ് ഒക്കെ എടുക്കുന്നത് പോലെ അവരുടെ കൾച്ചർ നമ്മൾ മൊത്തത്തിൽ അങ്ങ് എടുത്ത് നമ്മൾ അതിലേക്ക് അങ്ങ് മാറുകയാണ്. ജസ്റ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണതല്ല, നമ്മൾ ഫുൾ അവരുടെ കൾച്ചറിലേക്ക് അങ്ങ് നമ്മൾ ഇംപ്ലിമെന്റ് ആയി അവരുടെ കൾച്ചർ നമ്മുടെ കൾച്ചറായിട്ട് അങ്ങ് നമ്മൾ ഉൾക്കൊള്ളുന്ന കാര്യമാണ് ഈ അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 4 പോയിന്റ്സ് പോസിറ്റീവ് സൈഡ് നോക്കി. ഇനി 2 പോയിന്റ്സ് നെഗറ്റീവ് സൈഡ് ഉണ്ട്. നമ്മുടെ ഒരു കോയിന്റെ 2 സൈഡ് പോലെ നെഗറ്റീവ് സൈഡാണ് നമ്മുടെ ഈ സോഷ്യൽ പ്രോസസ്സിന്റെ നെഗറ്റീവ് സൈഡാണ്. അതിൽ ഒന്ന് വരുന്നത് കോമ്പറ്റീഷൻ ആണ്. കോമ്പറ്റീഷൻ എന്ന് അറിയാം ആൾക്കാർ പലതരത്തിലുള്ള ക്യാരക്ടർ ഉള്ളവരാണ്, പല ആറ്റിറ്റ്യൂഡ്, ബിലീഫ്സ്, കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്നൊരു സിങ്ക് കിട്ടണമെന്നില്ല. കാരണം നമ്മളെല്ലാവരും ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഉള്ളിൻ്റെ ഇടയിൽ കുറച്ച് സെൽഫ് റെസ്പെക്റ്റും ഈഗോയൊക്കെ ഉള്ള കാര്യമായിരുന്നു. അപ്പോൾ പരസ്പരം പെട്ടെന്ന് അങ്ങോട്ട് അങ്ങനെ ഇയാൾ പറഞ്ഞെന്ന് പറയുന്നത് പെട്ടെന്ന് അതിനെ ഉൾക്കൊണ്ട് ഒരു ചേഞ്ച് നമുക്ക് വരുത്താൻ നമ്മുടെ മനസ്സ് സമ്മതിക്കില്ല. അതുപോലെ തന്നെയാണ് സൊസൈറ്റിയിലുള്ള കുറെ കാര്യങ്ങൾ. അതൊരു ഇൻഡിവിജ്വൽസോ ഗ്രൂപ്പോ ഒരു ഗോളിനല്ലാതെ, ഒരു ഗോളിനായിരിക്കാം, പക്ഷെ ഒരു കോപ്പറേഷൻ ഇല്ലാതെ നമ്മൾ പരസ്പരം അങ്ങ് കോമ്പറ്റീറ്റ് ചെയ്യും. അവന് അങ്ങനെ കിട്ടി, എന്നാൽ എനിക്ക് അതിൽ കുറച്ചുകൂടെ വേണം എന്ന് പറഞ്ഞ ഒരു സഹകരണം ഇല്ലാത്ത രീതിയിൽ നമ്മൾ പോകുമ്പോൾ അതൊരു നെഗറ്റീവ് തരത്തിലുള്ള സോഷ്യൽ പ്രോസസ് ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ കോമ്പറ്റീഷൻ യൂണിവേഴ്സലി ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മളൊരു എക്സാമിന് അറിയാം, നിങ്ങളിപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യാണ്, നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു 30 പേര് കാണും. പക്ഷെ എന്നാലും നമ്മുടെ മനസ്സിൽ ഇത് കാണും, അവനെക്കാളും കൂടുതൽ മാർക്ക് വാങ്ങണം, അവന് ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ നമുക്ക് അടുത്ത ഡിസ്റ്റിങ്ഷൻ വാങ്ങണം എന്നുള്ള ഒരു ചിന്ത നമുക്കുള്ളിൽ വരുന്ന സാധനമാണ്. അതൊരു സ്പോർട്സിന്റെ കാര്യത്തിലോ എല്ലാത്തിലും നമുക്ക് വരാം. അത് പേഴ്സണൽ കോമ്പറ്റീഷൻ ആയിരിക്കാം, ഇംപേഴ്സണൽ ആയിരിക്കാം. നമ്മൾ പേഴ്സണലി അങ്ങനെ ചെയ്യുന്നതായിരിക്കാം, ഇൻവോളണ്ടറി, നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ എവിടെയൊക്കെയോ ഇൻഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഇംപേഴ്സണൽ കോമ്പറ്റീഷനും ആവാം. ഓക്കെ,
അടുത്ത ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പേര് കേട്ടപ്പോഴേ മനസ്സിലായി കാണും, കോൺഫ്ലിക്റ്റ്. കോൺഫ്ലിക്റ്റ് ഒരു സോഷ്യൽ പ്രോസസ്സാണ്. അത് മറ്റത് ഈ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഹാമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എന്ന് നമുക്ക് ഇറങ്ങി വിടാൻ പറ്റും. പക്ഷെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് ഹാംഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ അവനെ ഒരു ഹാം ചെയ്ത് അവനൊന്ന് ഇപ്പൊ ആ ഒരു അച്ചീവ് ആവും, അവർ ജയിക്കാൻ പോവുകയാണെന്ന രീതിയിൽ എന്തെങ്കിലും ഹാം ചെയ്ത് അയാളെ തളർത്തിയിട്ടിട്ട് നമുക്ക് അവിടെ ജയിക്കുക, അങ്ങനെ ഒരു ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ആണ് ഈ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അത് ഈ കൊമേഴ്ഷ്യൽ റയറ്റ്സ് ആവും, പൊളിറ്റിക്കൽ പാർട്ടീസ് തമ്മിൽ തമ്മിൽ ഇല്ലേ, ഒരാള് വെട്ടുന്നു, കുത്തുന്നു, കൊല നടത്തുന്നു, അങ്ങനെയൊക്കെ ഉള്ള ഒരു വൈരാഗ്യ ബുദ്ധിയൊക്കെ വെച്ചിട്ടുള്ള സാധനമാണ് ഈ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇത് ഒരുപാട് കാര്യത്തിലുണ്ട് കേട്ടോ. പാർട്ടി കോൺഫ്ലിക്ട്സ് ആവാം, ക്ലാസ് ആവാം, റിലീജിയസ് ആവാം, അങ്ങനെ ഒരുപാട് കാര്യത്തിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഓക്കെ, അത് പല ഇൻഡിവിജ്വൽസോ ഗ്രൂപ്പ്സോ തമ്മിലുള്ള എഗ്രിമെന്റ്സ് നടക്കാതെ വരുമ്പോൾ ഒരു എന്താ പറയുക, സൊസൈറ്റിയുടെ പീസ് കളയുന്ന ഒരു കാര്യമാണ് ഈ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പോ ഇത്രയേ ഉള്ളൂ നമ്മുടെ സോഷ്യൽ പ്രോസസ്സ്. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒരു എന്താണ് അതെന്താണ് ഒരു മീനിങ് മാത്രമാണ് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഇനി നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മുടെ ഇതിന്റെ കറക്റ്റ് നോട്ട്സ് ഉണ്ട്, ഹൈലൈറ്റ്സ് ചെക്ക് ചെയ്താൽ മതി. അത്യാവശ്യത്തിൽ നിങ്ങൾക്ക് നന്നായിട്ട് രീതിയിൽ കുറച്ചുകൂടെ ഈ വീഡിയോ കണ്ടിട്ട് അതിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു ബ്രീഫ് കിട്ടും. എന്നിട്ട് നിങ്ങൾ അതിന്റെ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വളരെ ലഘുവായിട്ട് സ്വന്തം സെന്റൻസിൽ അങ്ങ് എഴുതി വെക്കാൻ പറ്റിയൊരു സബ്ജക്റ്റാണ് ഈ സോഷ്യോളജി എന്ന് പറയുന്നത്. അപ്പൊ ആരും പേടിക്കേണ്ട, സിമ്പിളായിട്ട് നിങ്ങളുടേതായ സെന്റൻസിൽ നിങ്ങളുടേതായ രീതിയിൽ അങ്ങ് എഴുതിയാൽ മതി. പുതിയ സെന്റൻസ് നിങ്ങൾ അങ്ങനെ എഴുതി വരുമ്പോൾ ആ ഒരു കണ്ടന്റ് മനസ്സിലുണ്ടാകുമ്പോൾ അത് ഈസി ആയിട്ട് വന്നോളും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ സോഷ്യൽ പ്രോസസ് എന്നൊരു ടോപ്പിക്ക്. അപ്പൊ നമുക്ക് സോഷ്യോളജിയുടെ അടുത്ത ടോപ്പിക്കായിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു.